സി വി രാമൻപിള്ളയുടെ 3 ചരിത്ര നോവലുകളിൽ ഏറ്റവും സങ്കീർണമായ കൃതിയാണ് 1913 പ്രസിദ്ധീകരിച്ച ധർമ്മരാജ. ധർമ്മരാജാവ് എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് നടന്ന ചില നാടകീയ സംഭവ വികാസങ്ങളുടെ കഥയാണ് ഈ നോവലിലുള്ളത്. 1891 മാർത്താണ്ഡവർമ്മ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച ശേഷം സി വി രാമൻപിള്ള പിന്നീട് നോവലൊന്നും എഴുതിയതേയില്ല. 20 കൊല്ലം അദ്ദേഹം നിശബ്ദനായിരുന്നു. 20 കൊല്ലത്തിന് ശേഷമാണ് ധർമ്മരാജ പ്രസിദ്ധീകരിക്കുന്നത്. ഈ 20 കൊല്ലത്തെ നിശബ്ദതയ്ക്ക് ഉണ്ടായൊരു വലിയ മാറ്റം മാർത്താണ്ഡവർമ്മയിലെ താരതമ്യേന ലളിതമായ ശൈലി മാറുകയും സംസ്കൃതബദ്ധമായ ഭാഷാരീതി ഇതെല്ലാം ധർമ്മരാജയെ കടന്നു വന്നു. അതൊരു വശത്ത് ആഖ്യാനത്തിൻ്റെ ഭാഷ, കഥ പറയുന്ന ഭാഷ സംസ്കൃതബദ്ധവും സങ്കീർണ വാക്യങ്ങൾ നിറഞ്ഞതും ഗൗരവമേറിയതുമായി. അതേസമയം കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന ഭാഷയാകട്ടെ അവരവരുടെ ജാതിയും മതവും പ്രദേശവുമൊക്കെ അനുസരിച്ചുള്ള തനി പ്രാദേശിക ഭാഷാഭേദങ്ങളനുസരിച്ചുള്ള ഭാഷയുമായി. ഇങ്ങനെ ഒരു വശത്ത് സംസ്കൃതബദ്ധമായ മാനകീകൃത ഗദ്യം, വളരെ കാവ്യാത്മകവുമായ ഗദ്യവും, മറുവശത്ത് തനി നാട്ടുഭാഷയും ചേർന്ന ഒരു സവിശേഷ ആഖ്യാന ഘടനയിലാണ് ധർമ്മരാജ അദ്ദേഹം എഴുതിയത്. ധർമ്മരാജയുടെ കഥാകാലം 18-ാം നൂറ്റാണ്ടാണ്. മാർത്താണ്ഡവർമ്മയിലെ പോലെ തന്നെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് മരിച്ച് അദ്ദേഹത്തിൻ്റെ അനന്തരവനായ കാർത്തിക തിരുനാൾ തിരുവിതാംകൂറിൻ്റെ രാജാവായി. അതുവരെ വേണാടായിരുന്ന രാജ്യത്തെ മാർത്താണ്ഡവർമ്മ വളരെ വലുതാക്കി കായംകുളമെല്ലാം പിടിച്ചെടുത്ത് വിസ്തൃതമാക്കി. കൊച്ചി രാജ്യത്തിൻ്റെ അതിർത്തി വരെ എത്തി മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിച്ചു. കൊച്ചി രാജ്യം സ്വതന്ത്രമാണ്. ഈ കഥാകാലം 1866-67 കാലങ്ങളാണ്. 1866-67 വർഷത്തെ തിരുവിതാംകൂറിലും കേരളത്തിലുടനീളവും നടന്ന ചില സംഭവങ്ങളാണ് ധർമ്മരാജയിലുള്ളത്. ഇതിനെല്ലാം പിന്നണിയായി പ്രവർത്തിക്കുന്നത് 1862 അതായത് ധർമ്മരാജയിലെ കഥാകാലമായ 1866 4 കൊല്ലം പിന്നിൽ വടക്കൻ കേരളത്തിലുണ്ടായ ചില സംഭവ വികാസങ്ങളാണ്. ഈ കഥയുടെ പശ്ചാത്തലം തെക്കൻ കേരളമാണെങ്കിലും അതിന് പ്രേരണയായി തീർന്ന ചരിത്ര പശ്ചാത്തലം വടക്കൻ കേരളത്തിലേതാണ്. 1862 3 രാജവംശങ്ങളാണ് അന്ന് കേരളത്തിലുണ്ടായിരുന്നത്. വടക്ക് സാമൂതിരിയുടെ കോഴിക്കോട് രാജ്യം, മധ്യത്തിൽ കൊച്ചി രാജ്യം, തെക്ക് തിരുവിതാംകൂർ. വടക്കുള്ള സാമൂതിരി നിരന്തരമായി കൊച്ചിയെ ആക്രമിക്കുമായിരുന്നു. അങ്ങനെ കൊച്ചി സാമൂതിരിയുടെ ആക്രമണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കാലത്ത് കൊച്ചി രാജാവ് വളരെ സ്ട്രാറ്റജിക്കായ ഒരു തീരുമാനമെടുത്തു. 1762 കൊച്ചി രാജാവ് തിരുവനന്തപുരത്ത് വന്നു. അന്നത്തെ തിരുവനന്തപുരം അല്ല, തലസ്ഥാനം പത്മനാഭപുരമാണ്. ധർമ്മരാജാവ് കാർത്തിക തിരുനാളിനെ കണ്ട് സാമൂതിരിയുടെ ആക്രമണത്തിൽ നിന്നും സൈനിക സഹായം അഭ്യർത്ഥിച്ചു. അതിനുവേണ്ടി ഇന്ന് കന്യാകുമാരി ജില്ലയിൽപ്പെട്ട ശുചീന്ദ്രം എന്ന് പറഞ്ഞ സ്ഥലത്ത് ശുചീന്ദ്രൻ ക്ഷേത്രത്തിൽ വെച്ചാണ് അവർ ആ സമാധാന കരാർ ഒപ്പിട്ടത്. ആ കരാർ പ്രകാരം സാമൂതിരി കൊച്ചിയെ ആക്രമിക്കുകയാണെങ്കിൽ തിരുവിതാംകൂർ പട്ടാളത്തെ അയച്ച് സാമൂതിരിയെ രക്ഷിക്കും. സാമൂതിരി ആക്രമിച്ചു. 1862 നടന്ന യുദ്ധത്തിൽ തിരുവിതാംകൂർ പട്ടാളത്തെ അയച്ച് കൊച്ചിയെ സഹായിച്ചു. 8 മാസം തിരുവിതാംകൂർ സേന കൊച്ചിക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ പരാജയപ്പെട്ട് സാമൂതിരി പിൻവാങ്ങി. തിരുവിതാംകൂറിന് ആ യുദ്ധത്തിൻ്റെ ചെലവായിട്ട് അന്ന് കൊച്ചി രാജ്യത്തിൽപ്പെട്ടിരുന്ന പരവൂർ, ആലങ്ങാട് താലൂക്കുകൾ തിരുവിതാംകൂറിന് കിട്ടി. തിരുവിതാംകൂറിന് അത് വിട്ടുകൊടുക്കാൻ കൊച്ചി നിർബന്ധിതമായി. അങ്ങനെ ആലുവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായി മാറി. പെരിയാർ തിരുവിതാംകൂറിൻ്റെ വടക്കൻ അതിർത്തിയായി തീരുകയും ചെയ്തു. അങ്ങനെ തിരുവിതാംകൂറിനെ സംബന്ധിച്ച് ആ യുദ്ധം ലാഭകരമായിരുന്നു. അടുത്ത വർഷം 1863 കോഴിക്കോട്ടെ സാമൂതിരിയും തിരുവിതാംകൂറിലെത്തി തിരുവിതാംകൂർ മഹാരാജാവിനെ ധർമ്മരാജാവ് കാർത്തിക തിരുനാളിനെ ശരണം പ്രാപിച്ചു. അദ്ദേഹവും ഒരു അനാക്രമണ സന്ധി ഒപ്പിട്ടു. അപ്പോൾ ധർമ്മരാജാവ് ആവശ്യപ്പെട്ടത് കേരളത്തിലെ രാജാക്കന്മാർ ഇനി ഒരിക്കലും പരസ്പരം യുദ്ധം ചെയ്യാൻ പാടില്ല. യുദ്ധച്ചെലവായി കോഴിക്കോട് 1.5 ലക്ഷം രൂപ തിരുവിതാംകൂറിന് നൽകണം. ഇതെല്ലാം സംബന്ധിച്ച് സാമൂതിരിയും കരാർ ഒപ്പിട്ടു. അങ്ങനെ കേരളത്തിൽ രാജാക്കന്മാർ പരസ്പരം യുദ്ധം ചെയ്യാത്ത ഒരു സമാധാനാന്തരീക്ഷം നിലവിൽ വന്ന കാലമാണ് 1862-63 കാലം. യഥാർത്ഥത്തിൽ ഈ സമാധാന കരാറുകൾക്ക് സാമൂതിരി വഴങ്ങിയത് മറ്റൊരു കാരണത്താലാണ്. ഈ സമയത്ത് വടക്കൻ കേരളത്തിനുമപ്പുറം മൈസൂർ എന്ന രാജ്യത്ത് പുതിയൊരു ഭരണാധികാരി ശക്തനായി വരുന്നുണ്ടായിരുന്നു, ഹൈദർ അലി ഖാൻ. മൈസൂറിലെ ഹൈദർ അലി ഖാൻ
തൻ്റെ രാജ്യവിസ്തരണ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മലബാറിലേക്ക് പടയോട്ടം ആരംഭിച്ചു കഴിഞ്ഞു. ആ പടയോട്ടത്തിൽ നിന്ന് സാമൂതിരിക്ക് രക്ഷപ്പെടണമെങ്കിൽ തിരുവിതാംകൂറിൻ്റെയും സഹായം ആവശ്യമാണ്. പക്ഷേ ആ സഹായമൊക്കെ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഹൈദരലി മലബാറിലേക്ക് പടയയക്കുകയും മലബാർ പിടിച്ചെടുക്കുകയും ചെയ്തു. 2 കൊല്ലത്തോളം സാമൂതിരിക്ക് ഭരണം നഷ്ടപ്പെട്ടു. 2 കൊല്ലവും ഹൈദറിൻ്റെ ഭരണം മലബാറിൽ നടന്നു. അക്കാലത്ത് ധാരാളം കുടുംബങ്ങൾ തിരുവിതാംകൂറിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലാണ് ധർമ്മരാജയിലെ കഥ നടക്കുന്നത്. ഹൈദരലിയുടെ ആക്രമണ ഭീഷണി മലബാർ പിടിച്ചെടുത്തതിന് ശേഷം പതുക്കെ കൊച്ചിയിലേക്കും തിരുവിതാംകൂറിലേക്കും നീങ്ങുന്നു. ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലെ രാജകൊട്ടാരത്തിൽ ഹൈദറുടെ ഭീഷണി നേരിടാനായി നടത്തുന്ന ശ്രമങ്ങൾ, തിരുവിതാംകൂർ കീഴ്പ്പെടുത്താൻ വേണ്ടി ചാരന്മാരെ ഉപയോഗിച്ച് ഹൈദർ നടത്തുന്ന ശ്രമങ്ങൾ, ഇവയാണ് ധർമ്മരാജ എന്ന നോവലിലെ ഇതിവൃത്തം. ഈ കഥ ആരംഭിക്കുന്നത് മാർത്താണ്ഡവർമ്മയുടെ അന്ത്യസമയത്ത് നിന്നാണ്. മാർത്താണ്ഡവർമ്മ രാജാധികാരം പിടിച്ചെടുത്തപ്പോൾ ചെയ്തത് അദ്ദേഹത്തിൻ്റെ പ്രമുഖ ശത്രുക്കളായ 8 വീട്ടിൽ പിള്ളമാരെ കൊന്നൊടുക്കുകയാണ്. 8 വീട്ടിൽ പിള്ളമാരിലെ ഏറ്റവും പ്രബലമായ കുടുംബമായിരുന്നു കഴക്കൂട്ടത്ത് കുടുംബം. കഴക്കൂട്ടത്ത് കുടുംബം എല്ലാം നശിച്ചെങ്കിലും വരാൻ പോകുന്ന രാജകോപം മുൻകൂട്ടി മനസ്സിലാക്കി കഴക്കൂട്ടത്ത് കുടുംബത്തിലെ ത്രിപുരസുന്ദരി എന്ന സ്ത്രീയും അവരുടെ ഭർത്താവ് കുട്ടിക്കോന്തി അച്ഛനും അവരുടെ മക്കളോടൊപ്പം രക്ഷപ്പെടുന്നു. അവർ കുറേ കാലം കൊട്ടാരക്കര എന്ന സ്ഥലത്തുള്ള അവരുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ താമസിച്ച ശേഷം കേരളം വിട്ടുപോയി. പിന്നീട് അവരെക്കുറിച്ച് ആർക്കും ഒരു വിവരമില്ല. സംഭവിച്ചത്, ത്രിപുരസുന്ദരി എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഒരു മകളും ഇരട്ടപ്പെട്ട 2 ആൺമക്കളും ഉണ്ടായിരുന്നു. കുറേ കാലം കഴിഞ്ഞ് മകൾക്ക് ഒരു മകളുണ്ടായി, അവർ മരിച്ചു പോവുകയും ചെയ്തു. ഇരട്ടപ്പെട്ട മക്കളെയാകട്ടെ ചെറുപ്പത്തിലെ തന്നെ കാണാതായി, ഭർത്താവ് മരിക്കുകയും ചെയ്തു. അങ്ങനെ ത്രിപുരസുന്ദരി ഒറ്റയ്ക്കായി. മകളുടെ മകളും അമ്മൂമ്മയും മാത്രമായതുകൊണ്ട് അവരെയും കൊണ്ട് അവർ വളരെ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ജന്മദേശമായ കഴക്കൂട്ടത്തേക്ക് പുറപ്പെടുന്നു. അവർ കഴക്കൂട്ടത്തേക്ക് വരുന്നു. ഇനി രാജകോപമൊന്നും ഉണ്ടാകില്ലെന്നും തന്നെ പലരും തിരിച്ചറിയില്ലെന്നും കരുതിയാണ് അവർ കഴക്കൂട്ടത്തെത്തിയത്. കഴക്കൂട്ടത്ത് കുടുംബത്തിൻ്റെ വലിയ ഭാരിച്ച സ്വത്തിൽ ചിലത് അവിടെയുണ്ട്. ഈ സമയത്ത് കഴക്കൂട്ടത്തിൻ്റെ മുഴുവൻ നിയന്ത്രണം ചന്ദ്രക്കാരൻ എന്ന് പറഞ്ഞ ഒരു പുതിയ ജന്മിയുടേതാണ്. ഈ ജന്മി പഴയ കഴക്കൂട്ടത്ത് കുടുംബത്തെ ഒരാശ്രിതയായി നിന്ന ഒരു സ്ത്രീയുടെ മകനാണ്. അയാൾ കാളി ഉടയാൻ എന്നാണ് അയാളുടെ പേര്. യഥാർത്ഥ പേര് ഉടയാൻ എന്നാണ്. ഉടയാൻ പിള്ള എന്നു പേരുള്ള ഈ മനുഷ്യൻ അതിന് കുറച്ചുകൂടി ഒരു ബലം കൊടുക്കുന്നതിന് വേണ്ടി കാളി ഉടയാൻ എന്നൊരു പേര് സ്വീകരിച്ചു. എന്നിട്ട് നാട്ടിൽ ഒരു ജന്മിയായി ആളുകളെ കരംപിരിവ്, അങ്ങനെ പതുക്കെ സമസ്ത ബലപ്രയോഗങ്ങളും ദുഷ്ടപ്രവൃത്തികളും എല്ലാം കൊണ്ട് സ്വത്തുവാരിക്കുട്ടി ഒരു വലിയ പണക്കാരനായി വാഴുകയാണ്. അയാൾ പതുക്കെ ഉടയാൻ പിള്ള എന്ന പേര് കാളി ഉടയാൻ എന്ന് പരിഷ്കരിച്ചു. എന്നിട്ടതിനെ ചന്ദ്രക്കാരൻ, ചിലമ്പിനെയത്ത് ചന്ദ്രക്കാരൻ എന്നും പരിഷ്കരിച്ച് ഒരു വലിയ പ്രമാണിയായി സ്വയം ഞെളിഞ്ഞു. ചിലമ്പിനെയത്ത് അയാളുടെ തറവാട്ടിൻ്റെ പേരാണ്. അങ്ങനെ സി വി രാമൻപിള്ളയുടെ ഭാഷയിൽ പറഞ്ഞാൽ അഭിനവ ലങ്കയായി അയാളതിനെ വളർത്തിയെടുത്തു. ഒരൊറ്റ ജീവിതാഭിലാഷമാണ് ആ നിരക്ഷരനായ ചന്ദ്രക്കാരനുള്ളത്. കാഴ്ചയ്ക്ക് വിരൂപനായ, വലിയ ഉയരമില്ലാത്ത, ഭീമശരീരിയായ, അസാധാരണമായ പൈശാചികത്വവും രാക്ഷസീയതയുമുള്ള അക്ഷരശൂന്യനായ ചന്ദ്രക്കാരൻ്റെ, ചിലമ്പിനെയത്ത് ചന്ദ്രക്കാരൻ്റെ ഏക ലക്ഷ്യം തിരുവിതാംകൂറിൻ്റെ ദിവാനായി തീരുക എന്നുള്ളതാണ്. അയാളുടെ പിതാവ് മാർത്താണ്ഡവർമ്മ കൊല്ലിച്ച, തൂക്കിക്കൊന്ന രാമനാമഠത്തിൽ പിള്ളയാണ്. അതുകൊണ്ട് തൻ്റെ പിതാവിനെ കൊന്ന രാജകുടുംബത്തോടുള്ള ഒടുങ്ങാത്ത പകയും ചന്ദ്രക്കാരനുണ്ട്. ഇങ്ങനെ ഹൈദരലി മലബാറിൽ നിന്ന് പതുക്കെ തിരുവിതാംകൂറിലേക്ക് തൻ്റെ നോട്ടം പായിക്കുന്ന ഈ സമയത്ത് തിരുവനന്തപുരത്ത് ചില സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നു. അത് തിരുവനന്തപുരത്ത് ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ടു. ഹരിപഞ്ചാനനൻ എന്നറിയപ്പെടുന്ന സന്യാസി. അദ്ദേഹം തിരുവനന്തപുരത്ത് വരിക മാത്രമല്ല, അവിടെ ഒരാശ്രമം നഗരത്തിൽ സ്ഥാപിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ ഒരാശ്രമം സ്ഥാപിക്കുന്നു. അന്നത്തെ യുവരാജാവിന് പ്രിയപ്പെട്ട ഒരു ഉപദേഷ്ടാവായി സന്യാസി മാറുന്നു. തിരുവനന്തപുരത്തെ പ്രമാണിമാരായ ധനശക്തിയുള്ള ആളുകളും ജന്മിമാരുമെല്ലാം അദ്ദേഹത്തിൻ്റെ ആരാധകരായി നിരന്തരം ആശ്രമ സന്ദർശനം നടത്തുന്നു. മാത്രമല്ല, ഒരേ സമയം 2 പ്രത്യക്ഷപ്പെടുന്ന മാന്ത്രിക ശക്തിയുള്ള സന്യാസിയാണെന്ന് അദ്ദേഹം ഇന്ന് പ്രസിദ്ധനാകുന്നു. ഇതാരാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ മഹാരാജാവിന് ചില സംശയങ്ങളുണ്ട്. മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥനാണ് നീട്ടെഴുത്ത് ജോലി ചെയ്യുന്ന കേശവപിള്ള. പിൽക്കാലത്ത് രാജാ കേശവദാസൻ എന്നറിയപ്പെട്ട് തിരുവിതാംകൂറിൻ്റെ ദിവാനായി തീർന്ന അതിശക്തനായ ഭരണാധികാരിയാണ് കേശവപിള്ള. ആ കേശവപിള്ളയുടെ ചെറുപ്പമാണ് ധർമ്മരാജയിൽ സി വി അവതരിപ്പിക്കുന്നത്.
ഈ കേശവപിള്ളയ്ക്ക് ചില സംശയങ്ങളുണ്ട്. മാർത്താണ്ഡവർമ്മയിൽ പ്രത്യക്ഷപ്പെടുന്ന അനന്തപത്മനാഭൻ ഇപ്പോൾ വൃദ്ധനായി കഴിഞ്ഞു. തിരുവിതാംകൂറിൻ്റെ സർവ്വസൈന്യാധിപ സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞ് വിശ്രമ ജീവിതത്തിലാണ്. പക്ഷേ ഒരു ആപൽ സന്ധി വരുമ്പോൾ അദ്ദേഹത്തിനോട് ഉപദേശങ്ങൾ ഇടുന്നത് കാർത്തിക തിരുനാൾ മഹാരാജാവിൻ്റെയും സ്വഭാവമാണ്. എന്തായാലും ഈ സന്യാസിയെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് രാജാവിനും കേശവപിള്ളയ്ക്കും അനന്തപത്മനാഭനുമെല്ലാം അറിയാമായിരുന്നു. ഒരേ സമയം രണ്ടിടത്ത് പ്രത്യക്ഷപ്പെടുന്ന മാന്ത്രികത്വത്തിൻ്റെ രഹസ്യമറിയണമെന്നവർ തീരുമാനിച്ചു. യഥാർത്ഥത്തിൽ ഈ സന്യാസിമാർ മറ്റാരുമായിരുന്നില്ല. വളരെ ചെറുപ്പത്തിലെ ത്രിപുരസുന്ദരി കുഞ്ഞമ്മയ്ക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ഇരട്ടപെറ്റ ത്രിവിക്രമൻ, ജനാർദ്ദനൻ എന്നീ മക്കളായിരുന്നു അത്. അവരുടെ അച്ഛനായ കുട്ടിക്കോന്തി അച്ഛൻ, ത്രിപുരസുന്ദരിയുടെ ഭർത്താവ്, ഇവരെ അമ്മയിൽ നിന്ന് വേർപെടുത്തി ഒളിച്ചു താമസിപ്പിച്ച് മക്കൾ മരിച്ചുപോയി എന്ന് പ്രചരിപ്പിച്ച് അവരെ കൊണ്ടൊരു പ്രതിജ്ഞ എടുപ്പിച്ചു. തങ്ങളുടെ കുടുംബത്തെ, കഴക്കൂട്ടത്ത് കുടുംബത്തെ മുച്ചൂടും മുടിച്ച് കുളം തോണ്ടിയ തിരുവിതാംകൂർ രാജകുടുംബത്തെ അട്ടിമറിച്ചതിന് ശേഷം മാത്രമേ അമ്മയെ കാണുകയുള്ളൂ എന്നായിരുന്നു ആ ദൃഢപ്രതിജ്ഞ. ആ പ്രതിജ്ഞ എടുത്ത ശേഷം അവരുടെ അച്ഛൻ മരിച്ചു. അവർ വളർന്നു വലുതായി മൈസൂറിൽ ചെന്നെത്തി ഹൈദരലിയുടെ ചാരപ്രമുഖന്മാരായി മാറി സന്യാസി വേഷം കെട്ടി തിരുവിതാംകൂറിലെത്തിയിരിക്കുകയാണ്. അവരുടെ ഏക ലക്ഷ്യം തിരുവിതാംകൂറിനെ അട്ടിമറിക്കുകയാണ്. അങ്ങനെ അട്ടിമറിക്കണമെങ്കിൽ രാജപ്രീതി നേടണം. അതിന് യുവരാജാവിനെ പാട്ടിലാക്കുന്നു. രാജാവിനെ ആളും അർത്ഥവും കൊടുത്ത് സഹായിക്കുന്ന ജന്മിമാരെയും ഹരിപഞ്ചാനൻ പാട്ടിലാക്കുന്നു. തെക്കൻ പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ അനുജൻ ജനാർദ്ദനൻ എന്ന ശാന്തഹരിപഞ്ചാനനും തിരുവനന്തപുരം കേന്ദ്രമാക്കി ഉഗ്രഹരിപഞ്ചാനൻ എന്ന ത്രിവിക്രമനുമാണ് ഈ ഉപജാപക നാടകം അത്രയും അരങ്ങേറുന്നത്. തനിക്ക് തിരുവിതാംകൂറിൻ്റെ ദിവാൻ ആകണം എന്ന രഹസ്യമായ മോഹം ഉള്ളിൽ വെച്ച് ചന്ദ്രക്കാരൻ അയാളുടെ ഒപ്പം ചേരുന്നു. സ്വാമിമാരായി വന്നിരിക്കുന്നത് ശുദ്ധ തട്ടിപ്പുകാരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചന്ദ്രക്കാരൻ ഒപ്പം ചേർന്നത്. മറ്റു ചില ജന്മിമാരാകട്ടെ തങ്ങൾ രാജസേവ ചെയ്യുകയാണ് എന്ന് ഹരിപഞ്ചാനൻ പറഞ്ഞത് വിശ്വസിച്ച് അബദ്ധത്തിൽ ചാടുകയും ചെയ്തു. ഈ ഉപജാപത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി അനന്തപത്മനാഭൻ വലിയ പടത്തലവനും കേശവപിള്ളയും ചേർന്ന് നീക്കങ്ങൾ നടത്തുകയും ഒടുവിൽ ഇരുവരും ആശ്രമത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അംബികാ വിഗ്രഹമായി സ്വന്തം അമ്മയുടെ വിഗ്രഹം വെച്ച് ആരാധിക്കുന്ന ഹരിപഞ്ചാനൻ്റെ യാഥാർത്ഥ്യം അവർ അവിടെ വച്ച് തിരിച്ചറിയുന്നു. ഇരട്ട സഹോദരന്മാരാണ് ഈ വേഷം കെട്ടി വന്നതെന്നും അവർ കഴക്കൂട്ടത്ത് കുടുംബത്തിൻ്റെ അനന്തരാവകാശികളാണെന്നും അവരുടെ അന്തിമ ലക്ഷ്യം ഹൈദരലിയെ സഹായിക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂറിനെ അട്ടിമറിക്കലാണ് എന്നും മനസ്സിലാക്കി കഴിഞ്ഞ ഹരിപഞ്ചാനൻ അവരുടെ യാഥാർത്ഥ്യം പുറത്തു ആക്കിയ ആ നിമിഷം തന്നെ തൻ്റെ പരാജയം എത്തിക്കഴിഞ്ഞു എന്ന് ഹരിപഞ്ചാനന് മനസ്സിലായി. അനുജനാകട്ടെ ശാന്തനായ ഹരിപഞ്ചാനൻ ജ്യേഷ്ഠനോട് പിണങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. ആ നിമിഷത്തിൽ താൻ പരാജയപ്പെട്ടു എന്ന ബോധ്യം വന്ന ഹരിപഞ്ചാനൻ അനുജൻ്റെ നെഞ്ചിലേക്ക് തൻ്റെ കഠാര കുത്തിയിറക്കുകയും അദ്ദേഹത്തിൻ്റെ ശവം കയ്യിൽ ചുമന്നുകൊണ്ട് ആശ്രമത്തിൻ്റെ പിന്നണിയിലേക്ക് അപ്രത്യക്ഷനാവുകയും ചെയ്യുന്നു. തുടർന്ന് അയാൾ ചെയ്തത് രാജ്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി യുദ്ധസന്നാഹത്തിന് വേണ്ടി സൂക്ഷിച്ചു വച്ചിരുന്ന വലിയ വെടിമരുന്നറയ്ക്ക് തീ കൊടുത്ത് അയാൾ സഹോദരനോടൊപ്പം ആത്മാഹുതി ചെയ്യുന്നു. അവിടെ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് അനന്തപത്മനാഭനും കേശവപിള്ളയും പുറത്തേക്ക് പോകുന്നു. ഇങ്ങനെ ഈ നാടകീയമായ സംഭവങ്ങളുടെ ഒടുവിൽ രാജകുടുംബം ഭരണകൂടം പെട്ടെന്ന് അതിൻ്റെ നടപടികളെടുക്കുന്നു. ചന്ദ്രക്കാരനെ പിടികൂടാനായി ഒരു പട്ടാളം കഴക്കൂട്ടത്തേക്ക് പുറപ്പെടുന്നു. എന്നാൽ ആ അസാധാരണനായ കഥാപാത്രം ഒരു വലിയ രത്നമാല തൻ്റെ അരയിൽ ചുറ്റി ഒരു വെട്ടുകത്തിയും എടുത്ത്, വെട്ടുകത്തിയാണ് അയാൾക്ക് ചേർന്ന ആയുധം, അതുമെടുത്ത് ഇരുട്ടിലേക്ക് ചാടി മറയുന്നു. അയാളെ പിടികൂടാനായിട്ട് രാജഭടന്മാർക്ക് കഴിയുന്നതേ ഇല്ല. അങ്ങനെ തിരുവിതാംകൂറിനെ ബാധിച്ച ഒരു വലിയ കാർമേഘം അകന്നുപോയി. മഹാരാജാവ് കാർത്തിക തിരുനാളിന് ആശ്വാസമായി. ഇത്രയും നാടകീയ സംഭവങ്ങളാണ് ധർമ്മരാജയിൽ ഉള്ളത്. ഇതിൻ്റെ ബാക്കി ഭാഗം വർഷങ്ങൾക്ക് ശേഷമുള്ള ഹൈദറിൻ്റെ മകൻ ടിപ്പു തിരുവിതാംകൂറിനെ ആക്രമിക്കാൻ തുടങ്ങുന്ന സന്ദർഭമാണ് അടുത്ത നോവലായ രാമരാജ ബഹദൂറിൻ്റെ ഇതിവൃത്തം. ധർമ്മരാജയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിലെ ഇരട്ട കഥാപാത്രങ്ങളാണ്. ഈ ഇരട്ട സഹോദരന്മാർ, നന്മ തിന്മകളുടെ മൂർത്തിമദ്ഭാവം എന്ന പോലെ വരുന്ന ഈ ഇരട്ട സഹോദരന്മാർ എന്ന് പറഞ്ഞ ആശയം ഒരു വ്യക്തിയുടെ തന്നെ രണ്ട് വിഭിന്ന ഭാവങ്ങൾ അല്ലെങ്കിൽ വിഭിന്ന വ്യക്തിത്വങ്ങളുള്ള ഇരട്ടകൾ എന്ന് പറഞ്ഞ ആശയം 19-ാം നൂറ്റാണ്ടിലെ പാശ്ചാത്യ നോവലുകളിൽ മുഴുവൻ ഉണ്ടായിരുന്നതാണ്. ഇംഗ്ലീഷിൽ ഡോപ്പിൾഗാംഗർ എന്നും ഡബിൾ എന്നും പറയുന്ന ഒരു സവിശേഷതയാണ് ഇത്. ഒരു വ്യക്തിയുടെ രണ്ട് ഭാവങ്ങളാണെങ്കിൽ അതിനെ ഒരേ സമയം പകൽ വ്യക്തിത്വമല്ല രാത്രി വ്യക്തിത്വം. പകൽ ശാന്തനാണെങ്കിൽ രാത്രി ഇരുണ്ട ദുർവാസനകൾ പഠിപ്പിക്കുന്ന ആളായിരിക്കും ഒരാൾ. അതിന് ഡബിൾ എന്നാണ്, അഥവാ ഇരട്ട എന്ന് പറയും. ഡോപ്പിൾഗാംഗർ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്.
സമാന സ്വഭാവമുള്ള എന്നാൽ അതേസമയം വൈജാത്യങ്ങൾ പുലർത്തുന്നതുമായ രണ്ടാളുകളാണ്. അവർ ഒരേ വയറിൽ നിന്ന് പിറന്നവരായിരിക്കും. അവരാണ് ഡോപ്പിൾ ഗാംഗേഴ്സ്. ഈ ആശയങ്ങളത് ചാൾസ് ഡിക്കൻസിൽ കാണാം, ഹോഫ്മൻ്റെ കൃതികളിൽ കാണാം. 19-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ, യൂറോപ്യൻ സാഹിത്യത്തിലുമൊക്കെ വരുന്ന ഈ പ്രത്യേകത ആണ് സി വി രാമൻപിള്ള തൻ്റെ പ്രധാന കഥാപാത്രങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഉഗ്ര ഹരിപഞ്ചാനനും ശാന്ത ഹരിപഞ്ചാനനും അവർ ഡോപ്പിൾ ഗാംഗർമാരാണ്. ഇത് ദസ്തയേവ്സ്കിയിൽ പോലും കാണാം, കാഫ്കയിൽ കാണാം. കാഫ്കയുടെ പ്രശസ്തമായ മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞ കൃതിയിലെ ഗ്രെഗർ സാംസ, ഒരു ഷഡ്പദമായി തീരുന്ന ഗ്രെഗർ സാംസ എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു ഇരട്ടയാണ്. അയാളുടെ ഇരട്ട രൂപമാണ്, അയാളുടെ ഡോപ്പിൾ ഗാംഗറാണ് അയാളായിത്തീരുന്ന ഷഡ്പദം. ഇത് സി വിക്ക് ഒരു പാശ്ചാത്യ സ്വാധീനതയുടെ ഫലമായി കിട്ടിയതാണ്. എന്നാൽ അതേസമയം അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിലും ഒരു ഇരട്ട ബന്ധമുണ്ട്. സി വിയുടെ മൂത്ത സഹോദരന്മാർ രണ്ടുപേരും ഇരട്ടകൾ ആയിരുന്നു. ആ ഇരട്ടകളെ കൂടിയാണ് അദ്ദേഹം തൻ്റെ നോവലുകളിൽ രൂപപ്പെടുത്തിയത്. സി വിയുടെ നോവലുകളിൽ ഈ ഇരട്ടകൾ ഇവർ മാത്രമല്ല, ഒരു വയറിൽ പിറന്നവരല്ലെങ്കിൽ പോലുമുള്ള ഇരട്ട കഥാപാത്രങ്ങളെയും നമ്മൾ ആ നോവലിനകത്ത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഇരട്ടകൾ ഒന്നിനെ മാർത്താണ്ഡവർമ്മയിൽ തന്നെ നമ്മൾ കാണും. ഈ സഹോദരന്മാരാണ് സുഭദ്രയും അനന്തപത്മനാഭനും. ആ ഇരട്ടകൾ തന്നെ ധർമ്മരാജയിലും രാമരാജ ബഹദൂറിലും ധാരാളമായി കാണുന്നു. ഇങ്ങനെ ഇരട്ടകളിലൂടെ മനുഷ്യജീവിതത്തിൻ്റെ രണ്ട് പ്രകൃതികൾ, ശാന്തപ്രകൃതിയും തിന്മ നിറഞ്ഞ ആസുരപ്രകൃതിയും, അത് രണ്ടുമാണ് ഹരിപഞ്ചാനന്മാർ. ഈ ആസുരതയുടെ മൂർത്തിമത് ഭാവമാണ്. ഒരുപക്ഷെ ആസുരത ചന്ദ്രക്കാരനോളം കഠോരമായി മറ്റൊരു കഥാപാത്രത്തിലും പ്രത്യക്ഷപ്പെടുന്നില്ല. ചന്ദ്രക്കാരനെ രാജഭടന്മാർ പിടികൂടുന്നതിന് മുമ്പ്, അയാൾ ഇരുട്ടിലേക്ക് ചാടി അപ്രത്യക്ഷനാകുന്നതിന് മുമ്പുള്ള അതിപ്രശസ്തമായ ഒരു സംഭാഷണം ഉണ്ട്. എടാ ഇരുളാ വിഴുങ്ങ്, നീയല്ലാതെ എനിക്കാരാണ് ഗതി എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇരുട്ടിലേക്ക് ചാടി മറയുന്നത്. ഇരുട്ടിനെ ആരാധിക്കുന്ന തമോമൂർത്തിയായ ഈ കഥാപാത്രം ഒരു വലിയ മനുഷ്യമാതൃകയാണ്. ശാന്തശീലരും രാജപക്ഷീയരും ആയ വിഭാഗം കഥാപാത്രങ്ങൾ ഒരു വശത്തും, ആസുരപ്രകൃതികളായ തമോമൂർത്തികളായ ഇരുട്ടിനാരാധിക്കുന്നവരായ പ്രതിനായകരുടെ ഒരു വശം മറുവശത്തുമായാണ് സി വി തൻ്റെ കഥാപാത്രങ്ങളെ ചിത്രീകരിച്ചത്. എന്നാൽ സി വിയുടെ നോവലുകളിലെ നാം ശ്രദ്ധിക്കുന്ന ഒരു വൈരുദ്ധ്യം, രാജാവിൻ്റെ പേരിട്ട ഈ നോവലുകളിലൊക്കെയും രാജപക്ഷത്തേക്കാൾ തെളിമയോടുകൂടി നിൽക്കുന്ന കഥാപാത്രങ്ങൾ പ്രതിനായകരാണ്, അഥവാ വില്ലന്മാരാണ്. ധർമ്മരാജ മുഴുവൻ വായിക്കുമ്പോഴും ധർമ്മരാജയിൽ കാർത്തിക തിരുനാളിനേക്കാളും കേശവപിള്ളയേക്കാളും വലിയ പ്രഭയോടുകൂടി നിൽക്കുന്നത് പ്രതിനായകരായ ഹരിപഞ്ചാനന്മാരും ചന്ദ്രക്കാരനുമാണ്. ഈ രാജഭരണത്തെ എതിർക്കുന്ന ആളുകളെ വിശ്വകഥാപാത്രങ്ങളാക്കി വിശ്വപെരുന്തച്ഛൻ്റെ മുഴക്കോലിനും അളക്കാൻ പറ്റാത്ത രൂപം എന്ന് സി വി പറയുന്നുണ്ട്. അതുപോലുള്ള അപ്രതിമ പ്രഭാവന്മാരായി അസാധാരണത്വത്തിലേക്ക് ചിത്രീകരിക്കുക വഴി അന്നത്തെ സമൂഹത്തിലുണ്ടായിരുന്ന ചില ആന്തര സംഘർഷങ്ങളെ കൂടി സി വി ആവിഷ്കരിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. മാത്രമല്ല, ഈ നോവൽ മനുഷ്യ മനസ്സിൻ്റെ സവിശേഷതകളെക്കുറിച്ച്, മാനസിക ലോകങ്ങളെക്കുറിച്ച്, ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള വ്യക്തിത്വത്തിൻ്റെ അസാധാരണങ്ങളായ സവിശേഷതകളെക്കുറിച്ചൊക്കെ ഉള്ള പഠനങ്ങൾ ആണ്. വെറും രാജപ്രശസ്തിയുടെ കഥകളോ വായനക്കാരിൽ ആകാംക്ഷ സൃഷ്ടിക്കുന്ന കഥകളോ മാത്രമല്ല, മനുഷ്യപ്രകൃതിയെക്കുറിച്ചുള്ള അസാധാരണങ്ങളായ പഠനങ്ങൾ കൂടിയാണ് സി വിയുടെ നോവലുകൾ. അതിൻ്റെ ഏറ്റവും മികച്ച മാതൃകയാണ് ധർമ്മരാജ.